കൃഷ്ണകിഷോർ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നൊരു ഏതാണ്ട് 30 വർഷമാകുന്നു. മാത്രമല്ല അവിടെ മീഡിയയിലും കമ്മ്യൂണിക്കേഷൻ രംഗത്തുമാണ് വർക്ക് ചെയ്യുന്നത്. ഈ അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഒരു ലിബറൽ ആയിട്ടുള്ള ആശയങ്ങളുടെ അല്ലെങ്കിൽ ലിബർട്ടിയുടെ മാത്രമല്ല റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സിൻ്റെ ആദ്യത്തെ ഒരു അമരക്കാർ എന്നുള്ള രീതിയിലും പിന്നീട് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 120 കൺട്രീസെങ്കിലും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ രൂപപ്പെടുത്തുന്നത് അമേരിക്കയുടെ ഫെഡറൽ സിസ്റ്റത്തിന് അനുകരിച്ചുകൊണ്ടാണ്. പക്ഷെ ഇന്ന് അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ട്രംപ് എന്ന് കേൾക്കുമ്പം പ്രത്യേകിച്ചും മലയാളികളായ നമുക്ക് പോലും ഒരു ചെറിയൊരു പേടി ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ലീഡറായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ പറ്റി ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയത്? ആ ഒരു ഷിഫ്റ്റ് എന്താണ് അതിൻ്റെ പ്രധാന കാരണം? സജീവ് വളരെ ശരിയാണ്. അമേരിക്കയ്ക്ക് പുറത്ത് മാത്രമല്ല അങ്ങനത്തെ ഒരു ചിന്തയുള്ളത്, അമേരിക്കയ്ക്ക് അകത്തും അമേരിക്ക ഒരു വലിയൊരു ദിശാമാറ്റം അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നു എന്ന ആശങ്ക അവിടുത്തെ ജനങ്ങൾക്കുമുണ്ട്. അത് ഈ അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. അമേരിക്ക ഇത്രയും കാലം വളരെ ലിബറൽ പോളിസി ആയിരുന്നു. ഈ വോക്ക് എലീറ്റാണ് അമേരിക്കയെ നയിച്ചുകൊണ്ടിരുന്നത്. അമേരിക്ക ഇൻ്റർനാഷണൽ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത്. അമേരിക്കൻസിനെ ഇഗ്നോർ ചെയ്തു എന്നൊരു സൈലൻറ്റ് മെജോറിറ്റി അമേരിക്കയിലുണ്ട്. പ്രത്യേകിച്ചും ഒരു വൈറ്റ് പോപ്പുലേഷൻ. അമേരിക്കയുടെ ഇൻഡസ്ട്രിയൽ ബെൽറ്റിലൊക്കെ ഉള്ള ആൾക്കാരുടെ വെൽഫെയറിനെ ഇതുവരെ തീർത്തും അവഗണിച്ചു. കഴിഞ്ഞ ഏകദേശം 40 വർഷമായി അവഗണിച്ചു എന്ന വലിയ ആശങ്ക ഉള്ളതുകൊണ്ടാണ് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊരു മൂവ്മെൻറ്റ്, ഒരു ഗ്രാസ് റൂട്ട്സ് മൂവ്മെൻറ്റ് വന്നത്. ആ ഒരു മൂവ്മെൻറ്റാണ് ട്രംപിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് വലിയ കരുത്ത് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയൊരു എലീറ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ, അല്ലേ, വലിയൊരു റിയൽ എസ്റ്റേറ്റ് എംപയർ മാഗ്നറ്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ ഇലക്ഷനിലേക്ക് കടക്കുന്നതും 2016 പറയുന്നു ഐ വിൽ ടേക്ക് കെയർ ഓഫ് അമേരിക്ക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാം. അപ്പം അന്ന് നമുക്കറിയാം വളരെ ലിബറൽ പോളിസീസ്. അപ്പം കെന്നഡിയുടെ കാലത്ത് മുതൽ അതുപോലെ തന്നെ ബറാക്ക് ഒബാമ, എല്ലാ പ്രസിഡൻസും വളരെ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെയാണ് വിഭാവനം ചെയ്തിരുന്നത്. അത് തന്നെയാണ് പോളിസിയിലും നടപ്പാക്കിയിരുന്നത്. ഇപ്പം അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ DEI, ഡൈവേഴ്സിറ്റി, എക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ പല സ്ഥലത്തും ഇല്ല. അത് തുടരുന്നവർക്ക് ഒരു പണിഷ്മെന്റ് പോലും നൽകുന്ന പരിപാടികൾ പല സ്റ്റേറ്റിലുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്കലി വന്നൊരു ഫ്രസ്ട്രേഷൻ വിതിൻ ദ അമേരിക്കൻ ഇലക്ട്രേറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ പോപ്പുലേഷൻ. കാരണം നമ്മുടെ നീഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ അന്താരാഷ്ട്ര സഹായം വളരെ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഫോറിൻ എയ്ഡ് കൊടുക്കുന്നു, നമ്മുടെ വൈ ഡോണ്ട് വി ഡു തിങ്സ് വിതിൻ അവർ, ആ ഒരു നാരറ്റീവ് ബേസ് ചെയ്തിട്ടാണ് ട്രംപ് ഈ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നത്. ആ നാരറ്റീവ് വളരെ ഇറ്റ് സ്ട്രക്ക് എ കോഡ് വിത്ത് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ. ഇന്നത്തെ അമേരിക്ക ഫസ്റ്റ് എജൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു നയം. അതുകൊണ്ടാണ് WHO ഒന്ന് പിൻവാങ്ങുന്നത്. യുണൈറ്റഡ് നേഷൻസിനെതിരെയുള്ള സമീപനങ്ങൾ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് അസോസിയേഷൻ, അതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ NATO, G7, G20 ഡൊണാൾഡ് ട്രംപിന് വലിയ താല്പര്യമില്ല. കാരണം അമേരിക്ക ഫസ്റ്റ് എന്ന നയം മാത്രം പിന്തുടർന്നുകൊണ്ട് അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാവുന്ന ഒരു നയത്തിൻ്റെ ഭാഗമാണ്. അതിന് വലിയ പിന്തുണ കിട്ടി. അപ്പോൾ ആ പിന്തുണ ഇനി എത്ര കാലം തുടരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ 2016 അത് വിജയിച്ചു. ഇപ്പോൾ 2020 ജോ ബൈഡനുമായിട്ടുള്ള ഇലക്ഷനിൽ അത് വീണ്ടും പുറത്തു വന്നു. അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇമിഗ്രേഷൻ ഒരു വലിയ ക്രൈസിസായി മാറിയിരുന്നു അമേരിക്കയിൽ. ഇല്ലീഗൽ ഇമിഗ്രേഷൻ, ഈ മെക്സിക്കോ വഴി സദേൺ ബോർഡർ വഴിയുള്ള ഇമിഗ്രേഷൻ, അത് ട്രംപും ഈ മാഗ ബേസും ഉയർത്തിക്കാട്ടി ഇത് അമേരിക്കയുടെ ഡെട്രിമെൻ്റലാണ്, അല്ല അമേരിക്കയ്ക്ക് എതിരാണ് എന്നുള്ള ഒരു നാരറ്റീവ് സ്ഥാപിച്ചത് കൊണ്ടാണ് ട്രംപിനെ പോലെ വളരെ റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി അമേരിക്കയിൽ മുഴുവൻ പെർമിയേറ്റ്. അതിനെതിരെ പല വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡെമോക്രാറ്റുകൾക്ക് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ അമേരിക്കയുടെ ഒരു DNA അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോൺ സിറ്റിസൺറി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അത് ഇമിഗ്രൻസിൻ്റെ ആണെന്ന്. കാരണം നമ്മൾ എന്ത് പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അമേരിക്കയെ ഗ്രേറ്റ് ആക്കിയത് ഇമിഗ്രൻസ് ആണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ജനസമൂഹങ്ങൾ ചേർന്നിട്ട് രൂപപ്പെട്ട ഒരു വലിയ ഡെമോക്രസിയുടെ, എപ്പോഴും അസൂയാവഹമായ ഡെമോക്രസിയുടെ ഒരു അവസ്ഥയാണ് US പക്ഷെ അതിനെ മറന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ലീഡർക്ക്, അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു താരോദയം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് ശരിയാണ്. കാരണം അമേരിക്കയുടെ ഒരു ഫണ്ടമെന്റൽ പോളിസി, അമേരിക്ക എ മെൽറ്റിംഗ് പോട്ട് എന്നാണല്ലോ പറഞ്ഞത്. എല്ലാ രാജ്യങ്ങളുടെയും വൈവിധ്യം അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ വൈവിധ്യമൊക്കെ അമേരിക്കയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് കരുത്ത് വന്നതെന്ന നിലയിൽ തന്നെയാണ് അമേരിക്കയുടെ എല്ലാ പോളിസിയും ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഒരു റേഷ്യൽ സെൻറ്റിമെൻറ്റ്സ് കുറേ ഈ ഇലക്ഷനിൽ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈലൻറ്റ് മെജോറിറ്റി എത്രയോ ജനലക്ഷങ്ങളെ അവഗണിച്ചു. ഇതൊക്കെ ഈ റൂറൽ സ്റ്റേറ്റ്സിലുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ജോലിയുള്ള ആൾക്കാരുണ്ട്. അവരുടെ മാനുഫാക്ചറിംഗ് ഒക്കെ മെക്സിക്കോയിലേക്കും മറ്റിടത്തൊക്കെ പോയി. അവർക്കൊരു എക്കണോമിക്
ഒരു എന്താ പറയുക ഒരു ബേസ് ഉണ്ടായില്ല. അവരുടെ ലൈഫ് തന്നെ മറഞ്ഞത് കൊണ്ടാണ് ട്രംപിന് ആ ഒരു ലിബറൽ മൈൻഡ് സെറ്റിൽ നിന്ന് ഇവർക്ക് വേണ്ടി ഒരു ഹോപ്പ് കൊടുക്കാം. അതിന് ഒരു സാംസ്കാരിക വൈവിധ്യമോ അല്ലെങ്കിൽ ഡിവേഴ്സിറ്റി, എക്വിറ്റി, ഇൻക്ലൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻസ് വൈറ്റ്സ്, റൈറ്റ്? ദേ ബീൻ ലെഫ്റ്റ് ബിഹൈൻഡ് ഫോർ മെനി ഡെക്കേഡ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള നയങ്ങൾ സ്വീകരിക്കുക. അത് അമേരിക്ക ഫസ്റ്റ് ആയാലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പോളിസിയിലായാലും അങ്ങനത്തെ ഒരു യൂണിലാറ്ററൽ പോളിസി ആണ് ഇപ്പോഴത്തെ വൈറ്റ് ഹൗസ് പിന്തുടരുന്നത്. ഒരു തരം റെസീലിയൻസ് മെഷർ, അതായത് അതിനുള്ളിൽ നിന്ന് തന്നെ രൂപപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. കാരണം ഉദാഹരണത്തിന് ഇപ്പം ഈ സോറാൻ മംദാനിയുടെ മേയറായിട്ടുള്ള വിജയം അത് വലിയൊരു പ്രതീക്ഷ തരുന്നില്ല. കാരണം നമുക്ക് അതിനകത്ത് തന്നെ ഒരു അമേരിക്കക്കകത്ത് തന്നെ ഒരു ഡെമോക്രസിയുടെ വീണ്ടും ചലനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ. ആബ്സല്യൂട്ട്ലി. കാരണം നമ്മളിപ്പോൾ ഈ നമ്മളെപ്പോഴും പറയും ട്രംപിനെ കൗണ്ടർ ചെയ്യാൻ ഡെമോക്രാറ്റുകൾക്ക് കഴിയുന്നില്ല. അത് ശരിയാണ്. ഡെമോക്രാറ്റുകളുടെ വോയിസ് അത്രത്തോളം ഫീബിളായിരുന്നു, അത്രയും ക്ഷയിച്ചു പോയിരുന്നു. കാരണം ട്രംപിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഡെമോക്രാറ്റുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനൊരു കൗണ്ടറാണ് ഇപ്പോൾ സോറാൻ മംദാനിയുടെ വിജയം. സോറാൻ മംദാനിയുടെ വിജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടാണ് ബ്രാൻഡ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പുറത്ത് പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ അതൊരു മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ്മെന്റിന് എതിരെ നീന്തിയ ഒരു 34-കാരനാണ്. രാഷ്ട്രീയത്തിൽ നിന്നും ഒരു പരിചയമില്ല. ഇപ്പോൾ ന്യൂയോർക്കിലെ ക്വീൻസ് എന്ന ഒരു സ്ഥലത്തെ പ്രതിനിധീകരിച്ച് ന്യൂയോർക്ക് അസംബ്ലി ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളൊരു വേൾഡ് പോളിറ്റിക്സ് അടുത്ത 10 വർഷത്തിൽ എടുത്തു കഴിഞ്ഞാൽ സോറാൻ മംദാനിയുടെ വിജയം ഒരു വലിയ കേസ് സ്റ്റഡി ആവും. കാരണം ഹി ഡിഡ് നോട്ട് വിൻ ബൈ ഐഡിയോളജി. ഇപ്പോൾ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴും ഒരു ഐഡിയോളജിയിലല്ല അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹം വിജയിച്ചത് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അഫോർഡബിലിറ്റി ക്രൈസിസ്. ന്യൂയോർക്ക് എന്ന മഹാനഗരത്തിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ അവരുടെ ചെലവുകൾ വർദ്ധിക്കുന്നു. റെന്റ് കൺട്രോൾ ഞാൻ കൊണ്ടുവരും, ഫ്രീ ട്രാൻസിറ്റ് ബസ്സസ് കൊണ്ടുവരും, പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം, അങ്ങനെ പല കാര്യങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന അഫോർഡബിലിറ്റി ക്രൈസിസ് എന്ന ഒരു ഇഷ്യൂ മാത്രം വെച്ചിട്ടാണ് സോറാൻ മംദാനി വോട്ടേഴ്സിനെ അഭിമുഖീകരിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഏറ്റവും വലിയ സോറാൻ മംദാനി വിജയം എന്ന് പറഞ്ഞാൽ ഈ 30 വയസ്സിന് താഴെയുള്ള, അതാണ് അവരുടെ ബേസ്. അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ റിലൻറ്റ്ലെസ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി മെസ്സേജ് ആയിരുന്നു. ഒരിക്കലും സോറാൻ മംദാനി നെഗറ്റീവ് മെസ്സേജ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആൻഡ്രൂ കോമുമായിട്ടുള്ള റേസിൽ പോലും ഒരു തവണ പോലും ആൻഡ്രൂ കോമിനെ നേരിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല, അല്ലേ? അബ്യൂസിംഗ് ആയിട്ട് ഒന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്യാമ്പയിൻ. എനിക്ക് ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് ഒരു ഡിബേറ്റിൽ ചോദിച്ചു, എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു ടെലിവിഷൻ ഡിബേറ്റിൽ ചോദിച്ചു, വിച്ച് ഇസ് ദ ഫസ്റ്റ് കൺട്രി യു വിൽ വിസിറ്റ് വൺസ് യു വിൻ ദി ഇലക്ഷൻ? എല്ലാവരും ആൻഡ്രൂ കോമ പറഞ്ഞു ഇസ്രയേൽ, മറ്റേ കാൻഡിഡേറ്റ് പറഞ്ഞു ഇസ്രയേൽ. അപ്പോൾ സോറാൻ മംദാനി പറഞ്ഞു, ഐ എം നോട്ട് ഗോയിങ് എനിവെയർ, ഐ എം ഗോയിങ് ടു ബി ഹിയർ ബിക്കോസ് ഐ എം ഗോയിങ് ടു ബി ഇലക്റ്റഡ് മേയർ ഓഫ് ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റിയാണ് എനിക്ക് പ്രധാനം. ഇസ്രയേലീസുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ, ജൂയിഷുകാരായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഞാൻ അവരുടെ ന്യൂയോർക്കിലെ സിനഗോഗിൽ പോവാം, എനിക്ക് ഇസ്രയേലിൽ പോകേണ്ട കാര്യമില്ല. അപ്പം ന്യൂയോർക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ജയിച്ചത്. പിന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. അതുകൊണ്ട് തന്നെ വലിയ നഗരങ്ങളിൽ അഫോർഡബിലിറ്റി ക്രൈസിസ്, ഇപ്പോൾ ട്രംപും ആ ഒരു ലൈനിലേക്ക് എത്തിയിട്ടുണ്ട്. അഫോർഡബിലിറ്റി ഒരു വലിയ ഇഷ്യൂ. അത് തന്നെയാണ് ട്രംപും മംദാനി തമ്മിലുള്ള വൈറ്റ് ഹൗസിലെ മീറ്റിംഗ്. നമ്മളെല്ലാവരും വിചാരിച്ചു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും, അല്ലെ? ഒന്നും ഉണ്ടായില്ല. ഇത്ര കോർഡിയലായിട്ടൊരു മീറ്റിംഗ് ഇല്ല. ഏതൊരു മാധ്യമപ്രവർത്തനം എന്തുകൊണ്ടാണ് ട്രംപിനെ ഫാഷിസ്റ്റ് എന്ന് വിളിച്ചതെന്ന് ട്രംപ് വിളിച്ചോട്ടെ, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്, അല്ലെ? അത് തന്നെയാണ്. അപ്പൊ ഈ യൂത്തിന് ആവശ്യമുള്ള കാര്യം, ഈ നെഗ്ലക്റ്റഡ് വോട്ട് ബേസ് ഉണ്ടല്ലോ, അവരെ അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ മംദാനി വളരെ എഫക്റ്റീവായി ചെയ്തുകൊണ്ടാണ് മംദാനി ജയിച്ചത്. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള ഒരു മീഡിയ റെട്ടറിക് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സൗത്ത് ഏഷ്യൻ ഒരു സപ്പോർട്ട് എന്നുള്ളത്, അത് ശരിക്കും ന്യൂയോർക്കിൽ അങ്ങനെ ഒരു വേവ് ഉണ്ടായിട്ടുണ്ടോ? സൗത്ത് ഏഷ്യൻസിന് മാത്രമായിട്ടൊരു ഇൻഫ്ലുവൻഷ്യൽ വോട്ടർ ബേസ് ഒന്നുമില്ല. ന്യൂയോർക്കിലെ വലിയൊരു വിഭാഗം ജൂയിഷ് വോട്ടേഴ്സാണ്. ജൂയിഷ് വോട്ടേഴ്സിൽ വലിയൊരു വിഭാഗം മംദാനിക്ക് എതിരെ നിന്നെങ്കിലും ഏകദേശം 33% ജൂയിഷ് വോട്ടേഴ്സ് മംദാനിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എത്രയോ ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ജൂയിഷ് വോട്ടേഴ്സ് ഫോർ മംദാനി എന്ന് പറഞ്ഞ ടീഷർട്ട്. കാരണം അദ്ദേഹത്തിന് പലതവണ ആൻറ്റി സെമിറ്റിക് എന്നൊക്കെ പറഞ്ഞെങ്കിലും പല ജൂയിഷ് വോട്ടേഴ്സും മംദാനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. സൗത്ത് ഏഷ്യൻസ് ഒരു ചെറിയ പോപ്പുലേഷനാണ്. ഇത് ബംഗ്ലാദേശി വോട്ടേഴ്സ്, കുറേ ടാക്സി ഡ്രൈവേഴ്സ് ന്യൂയോർക്ക് സിറ്റിയിൽ ബംഗ്ലാദേശീസാണ്, അതുപോലെ തന്നെ പാകിസ്ഥാനീസാണ്, ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. സാധാരണ വർക്കേഴ്സ്, ഇപ്പം നമ്മളെ ഈ മെട്രോ ട്രാൻസിറ്റ് അതോറിറ്റിയിലെ ജീവനക്കാർ, അവരൊക്കെ കുറേ ഇമിഗ്രൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ബേസ് ഇല്ല ഒരു പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ കുറേ മിഡിൽ ക്ലാസ് എലീറ്റ്, അതുപോലെ തന്നെ ട്രംപിനെതിരെയുള്ള കുറേ ആഫ്ലുവൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വോട്ടേഴ്സ്, ഇവരൊക്കെ മംദാനിക്ക് വേണ്ടി വോട്ട് ചെയ്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രംപ് മംദാനി വൈറ്റ് ഹൗസ് മീറ്റ് ഉണ്ടല്ലോ,
അതിനകത്ത് ഇനി വരാൻ പോകുന്ന നവംബർ ഇലക്ഷൻസ്, അതായത് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഒക്കെ മാറ്റും എന്നുള്ള രീതിയിൽ റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഈ അഗ്രസീവ് അറഗൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരു റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അത് ശരിയാണോ? അത് ട്രംപ് ഇസ് വെരി അൺപ്രഡിക്റ്റബിൾ സജീവ്. കാരണം ട്രംപ് ഇപ്പോൾ വൈറ്റ് ഹൗസിലെ മീറ്റിംഗ് കഴിഞ്ഞതുകൊണ്ട് മംദാനിയായിട്ട് ഇനി എപ്പോഴും നല്ലൊരു സുഹൃത്ത് ബന്ധമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട അതൊരു മൗഢ്യമായിരിക്കും. കാരണം ന്യൂയോർക്ക് സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ മഹാനഗരമാണ് അല്ലേ, $117 ബില്യൺ ബജറ്റുള്ള നഗരമാണ് അല്ലേ. എത്രയോ രാജ്യങ്ങളുടെ GDP-ക്കാട്ടും അധികമാണ് ന്യൂയോർക്ക് സിറ്റിയുടെ ബജറ്റ്. ഏകദേശം 3 ലക്ഷത്തോളം എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഈ ഹാർഡ് ലൈൻ ഇമിഗ്രേഷൻ പോളിസീസ് പല നഗരങ്ങളിലും ട്രംപിൻ്റെ പോളിസീസാണ്. ഇപ്പോൾ ഷിക്കാഗോയിൽ അദ്ദേഹം നാഷണൽ ഗാർഡ് സൈന്യത്തെ വിന്യസിച്ചു, അതുപോലെ തന്നെ ലോസ് ആഞ്ചലസിലും വിന്യസിച്ചു, അതുപോലെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലും മംദാനി ഇലക്ഷൻ ജനുവരി 1 ശേഷം അത്തരം ഒരു നടപടിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ട്രംപ് വെറുതെ ഇരിക്കുമെന്നില്ല. മംദാനി ഒരിക്കൽ കണ്ടതുകൊണ്ട് മംദാനി ഈസ് എ ഗ്രേറ്റ് ഗായ്, ഐ വർക്ക് വിത്ത് എന്നും പറയാറില്ല. ഇപ്പോഴും ഫെഡറൽ ഫണ്ടിങ് എടുത്തു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ. അത് പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മംദാനി ഒരു ട്രംപ് ഒരു ഫൈറ്റ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ന്യൂയോർക്ക് സിറ്റി പോലുള്ള നഗരത്ത് ട്രംപിനും ട്രംപിൻ്റെതായ ആധിപത്യം സ്ഥാപിക്കണം. ഹീസ് ഫ്രം ന്യൂയോർക്ക്. അതുകൊണ്ട് മംദാനിക്ക് ഒരു ഫ്രീ പാസ് ഒന്നും കൊടുക്കാൻ സാധ്യതയില്ല. മംദാനി ട്രംപിനെ എങ്ങനെ മാനേജ് ചെയ്യും, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചാലഞ്ച്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഡെമോക്രാറ്റ്സ് ഏതാണ്ട് ചത്ത് കിടക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ. ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ആയിരിക്കുക ഒരു പൊളിറ്റിക്കൽ സെനാറിയോയിൽ US ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ ഇനി വരാൻ പോകുന്ന ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിനകത്ത് ഒരു എഡ്ജ് ഉണ്ടാവും എന്നും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അതിലേക്ക് വരുന്ന ഒരവസ്ഥയിൽ ട്രംപിനെതിരായിട്ട് ഉള്ള മൂവ്മെന്റിന് കോൺഗ്രസിലൊക്കെ തന്നെ സാധ്യതയില്ല. അപ്പോൾ ഇതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഇപ്പോഴത്തെ ഇത് മാറ്റേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്, ഈ അറഗൻ്റ് ആയിട്ട്. അതെ, അത് കുറച്ചൊക്കെ മാറ്റേണ്ടി വരും. അതാണ് അദ്ദേഹം ഈ അഫോർഡബിലിറ്റി ക്രൈസിസ് പുതിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയിരുന്നത്. ഇതുവരെ അദ്ദേഹം ഈ ജീവിത ചെലവുകളെ കുറിച്ചും ഇൻഫ്ലേഷനെ കുറിച്ചും അഫോർഡബിലിറ്റി കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഏകദേശം 2-3 മാസമായിട്ട് ഈ മംദാനിയുടെ ഒരു വിന്നിംഗ് ഫോർമുല ഉണ്ടല്ലോ, അത് ജനങ്ങളിലേക്ക് ഏൽക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം അഫോർഡബിലിറ്റിയെ കുറിച്ച് പറയുന്നു, പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സിന്റെ വില കുറയ്ക്കാൻ പറയുന്നു. കൂടുതലൊരു സോഫ്റ്റ്വെയർ ട്രംപിനെ പല മീറ്റിങ്ങുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിക്കുന്ന ഈ 2026 നവംബറിലെ ഇലക്ഷൻ ഒരു അഫോർഡബിലിറ്റി ബേസ്ഡ് ഇലക്ഷൻ ആയിരിക്കും. കാരണം ജനങ്ങൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയങ്ങൾ എന്തൊക്കെ ട്രംപ് സ്വീകരിക്കണം, അതൊരു സോഫ്റ്റ്വെയർ ടോൺ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഡെമോക്രാറ്റുകളിൽ പലരും ഒരിക്കലും മംദാനിയെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ബേണി സാൻഡേഴ്സും അങ്ങനെ 1-2 പേരല്ലാതെ ഡെമോക്രാറ്റുകൾക്ക് എങ്ങനെ മംദാനിയെ സമീപിക്കണം എന്നറിയില്ല. കാരണം ഒരു സോഷ്യലിസ്റ്റ് ലൈനിലേക്ക് പോണോ എന്നുള്ള ഒരു ഫിയർ അവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഈ 2026 ഇലക്ഷനിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2 ഗവർണേഴ്സ്, ന്യൂജേഴ്സിയിലെ ഗവർണർ ഡെമോക്രാറ്റ് ജയിച്ചു, വെർജീനിയയിൽ ജയിച്ചു. അങ്ങനെ ഡെമോക്രാറ്റുകൾക്ക് ഒരു ചെറിയ ട്രെൻഡ് വരുന്നുണ്ട്. ട്രംപിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് ഇപ്പോൾ ഏകദേശം 40% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2026 ഇലക്ഷൻ 435 സീറ്റുകളാണ് ഈ US കോൺഗ്രസ്സിൽ. അത് എല്ലാ സീറ്റുകളിലും ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പോളിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5% സാധ്യത കൂടുതൽ ഡെമോക്രാറ്റുകൾക്കാണ്. അപ്പോൾ ഡെമോക്രാറ്റുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ട്രംപിൻ്റെ അടുത്ത 3 വർഷത്തെ ഗവർണൻസിനെ എങ്ങനെ ബാധിക്കും അത് തന്നെയാണ്. പക്ഷെ ട്രംപ് ഈ ഇലക്ഷനിൽ ഈ നവംബർ ഇലക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്വെയർ ടോൺ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പം പറഞ്ഞല്ലോ, നേരത്തെ ഒരു ഗ്ലോബൽ പ്രസിഡൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പം ഈ 50% താരിഫാണെങ്കിലും H-1B വിസയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ ചില്ലറയല്ല. കാരണം ഏതാണ്ട് $198 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഏതാണ്ട് കുറഞ്ഞ് വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ പിന്നെ ഈ H-1B വിസയുടെ ഇതിൽ $1 lakh ആണെന്ന് തോന്നുന്നു ഇപ്പം പുതിയത്. $218 ഉള്ളത് $1 lakh ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന കഷ്ടനഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മലയാളികൾക്ക് പോലും ബാധിക്കുന്ന വലിയൊരു ഇമിഗ്രൻസിന് പൊതുവെ ബാധിക്കുന്നതാണ്. എന്നാൽ പോലും മലയാളിക്കും ആകാംക്ഷയുള്ള ഒരു സംഗതിയാണത്. അതിലൊക്കെ അദ്ദേഹം എന്തെങ്കിലും മാറ്റം വരുത്തുമോ ഈ ഇലക്ഷൻ മുമ്പൊക്കെ? ട്രംപിൻ്റെ കാര്യത്തിൽ വെരി ട്രാൻസാക്ഷണൽ പ്രസിഡൻ്റാണ്. എന്തും സംഭവിക്കും. ഇന്ന് പറഞ്ഞ കാര്യമായിരിക്കില്ല നാളെ പറയുന്നത്. പക്ഷേ ഒരു ഹാർഡ് ലൈൻ ഇമിഗ്രേഷൻ പോളിസി ട്രംപിൻ്റെ ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു പില്ലറാണ് അദ്ദേഹത്തിൻ്റെ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടാരിഫ്സ്, അതുപോലെ തന്നെ ഈ വിസ നിയന്ത്രണങ്ങളൊക്കെ. ഇന്ത്യ-US ട്രേഡ് ഡീൽ ഏകദേശം ഇപ്പോൾ 6 തവണ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിലൊരു സമവായത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അമേരിക്കയ്ക്ക് ഇന്ത്യയിലേക്ക് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട്സ്
വർദ്ധിപ്പിക്കണമെന്നാണ്. പക്ഷേ ഇന്ത്യക്ക് അതിന് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യക്ക് ഇപ്പോൾ ഈ കാർഷിക വിപണി തുറന്നു കൊടുക്കാനൊന്നും സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ പേരിലുള്ള അവസാനത്തെ നെഗോസിയേഷൻസ് ആണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു മാർച്ച് ഏപ്രിലോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ പ്രാവർത്തികമാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ H-1B വിസയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ $100,000 ഒക്കെ ഒരിക്കലും അപ്രതീക്ഷിതമായി വന്ന ഒരു നടപടിയാണ്. അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പുതിയ H-1 എടുക്കുന്ന അവർക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് H-1Bക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ $100,000 അല്ലെങ്കിൽ $1,00,000 ബാധകമല്ല. പക്ഷേ പൊതുവേ H-1B വിസയിൽ കടുത്ത നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂറേഷനിൽ സമയം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കാർഡ് പ്രോസസ്സിങ്ങിൽ വലിയ സമയം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ കടുത്ത നിയന്ത്രണങ്ങളാണ്. അത് ഇന്ത്യക്കാർക്ക് വലിയ ആശങ്കയുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ടാരിഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാരിഫ് ഇപ്പോൾ ഗുഡ്സിന് മാത്രമേ ഉള്ളൂ, പ്രോഡക്ട്സിന് മാത്രമേ ഉള്ളൂ, സർവീസസിനില്ല. ഒരു പക്ഷേ ഇനി സർവീസസിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയും സോഫ്റ്റ്വെയർ സർവീസിലൊക്കെ കൂടുതൽ ബാധിക്കുക. പക്ഷേ സർവീസസിലേക്ക് വരാൻ സാധ്യതയില്ലാണെന്ന് അറിയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഒരു H-1B വിസ പഴയ പോലെ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. കിട്ടിക്കഴിഞ്ഞാലും ആ വിസ പ്രോസസ്സിങ് വളരെയധികം നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് പുറമെ നമുക്കിപ്പോൾ ഒരു ട്രംപിൻ്റെ ഏതെങ്കിലും ജിയോ പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് ഇന്ത്യയെ ഒരു പ്രശ്നസങ്കീർണമായിട്ട് നിലനിർത്തുക എന്നുള്ളൊരു താല്പര്യവും കൂടി അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവുമോ? പ്രത്യേകിച്ചും ഇന്ത്യ റഷ്യയായിട്ടും ചൈനയായിട്ടൊക്കെ എടുക്കുന്ന ഒരു നിലപാടുകൾ, അങ്ങനെ ഒരു ആക്സിസ് രൂപപ്പെടുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇതുവരെ. നമ്മളിപ്പോൾ ചേരിചേര നയമായിട്ട് നിൽക്കുന്ന സമയത്തായാലും അമേരിക്കയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് ഏതാണ്ട് കംപ്ലീറ്റ് ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ട്രംപിൻ്റെ ഒരു ഇന്നർ സർക്കിളിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പല പരാമർശങ്ങളും ഇന്ത്യക്കെതിരായുള്ള കടുത്ത പരാമർശങ്ങളും. പീറ്റർ നെവാരോ ട്രംപിൻ്റെ വലിയൊരു അഡ്വൈസറാണ്. അയാൾ ഇന്ത്യക്കെതിരെ നിരന്തരമായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ കോമേഴ്സ് സെക്രട്ടറി ഹാവേർഡ് ലട്നിക്. അപ്പോൾ ട്രംപിനെ പ്രീതിപ്പെടുത്താൻ കൂടിയാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെ കഴിഞ്ഞ 18 മാസങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു നിലപാടല്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും കാലം അമേരിക്ക ഇന്ത്യയെ കണ്ടിരുന്നത് ഇൻഡോ പസഫിക് റീജിയനിൽ ചൈനയുടെ ആധിപത്യം കുറയ്ക്കാൻ ഇന്ത്യ ഒരു കൗണ്ടർ ബാലൻസിങ് ഫോഴ്സ് എന്ന നിലയിലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ക്വാഡ് സഖ്യമൊക്കെ രൂപീകരിച്ചത്. ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, അമേരിക്ക ഒരു ക്വാഡ് സഖ്യം. അതിനൊന്നും ഇപ്പോൾ ഒരു പ്രസക്തി ഇല്ലാതായി മാറിയിരിക്കുന്നു. മാത്രമല്ല ബ്രിക്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. അപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ പറയുന്നില്ലേ, ബ്രിക്സ് ഒരു കറൻസി കൊണ്ടുവന്നാൽ അതിനെതിരെ ഞാൻ ശക്തമായ നിലപാടെടുക്കും. പിന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ട്രംപിൻ്റെ ഇന്നർ സർക്കിൾ, അതുപോലെ തന്നെ മാഗ ബേസിൽ ഇന്ത്യക്കെതിരെ പല പ്രശ്നങ്ങളുമുണ്ട്. അത് നമ്മൾ ഇമിഗ്രേഷനിൽ ഇപ്പോൾ കാണുന്നു, പ്രതിഫലിക്കുന്നു. H-1B വിസ, അതുപോലെ തന്നെ ടാരിഫിൻ്റെ കാര്യത്തിൽ. കാരണം ഇന്ത്യയും അമേരിക്കയിലും നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷത്തെ ഒരു ബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടാരിഫ് ഇഷ്യൂ ഒന്നും വലിയ സങ്കീർണമായ പ്രശ്നമായിരുന്നില്ല. അതൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ വി ആർ നോട്ട് സീയിങ് ഐ ടു ഐ ആസ് എ നേഷൻ. എന്തായിരിക്കും അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് നീങ്ങാത്തത്? ഒരു ചർച്ചയോ അങ്ങനത്തെ ഒരു കാണുന്നില്ല? ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു റെഡ് ലൈനായിട്ട് നിൽക്കുന്നത് ഈ അഗ്രികൾച്ചർ സെക്ടർ തന്നെയാണ്. കാരണം ട്രംപിന് ഡൊമസ്റ്റിക് ആഭ്യന്തര സമ്മർദ്ദം വളരെ അധികമാണ്. കാരണം ഈ റൈസ്, വീറ്റ്, സോയാബീൻ, കോൺ ഇതിൻ്റെ എക്സ്പോർട്സ് ഈ വലിയ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സിലാണ്. അയോവ, ഇല്ലിനോയ്, അങ്ങനത്തെ പല സ്റ്റേറ്റിലും അഗ്രികൾച്ചർ സെക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്പോർട്സിലാണ്. അപ്പോൾ ഇന്ത്യ ഈ അഗ്രികൾച്ചർ സെക്ടർ ഓപ്പൺ അപ്പ് ചെയ്യാത്തത് കൊണ്ട് വലിയ സമ്മർദ്ദമുണ്ട് ട്രംപിൻ്റെ മേൽ. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് വേറെ എന്ത് കാര്യം നോക്കിക്കഴിഞ്ഞാലും ഈ കാർഷിക വിപണി തുറന്നു കൊടുത്താൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നു. അദ്ദേഹം നിരന്തരം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഡൊമസ്റ്റിക് പ്രഷർ വല്ലാതെ വൈറ്റ് ഹൗസിന് മേലുണ്ട് ഈ അഗ്രികൾച്ചർ സെക്ടർ ഓപ്പൺ ചെയ്യാൻ. അതുകൊണ്ട് തന്നെയായിരിക്കും. അല്ലാതെ ഒരു ഡീപ്പ് സീറ്റഡ് ഒരു ആനിമോസിറ്റിയും എൻമിറ്റിയും ഒന്നും ഇരു രാജ്യങ്ങളും തമ്മിലില്ല. പ്യൂർലി ട്രാൻസാക്ഷൻ, ബിസിനസ് ഓറിയൻറ്റഡ് റിലേഷൻഷിപ്പ് മാത്രമാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം അമേരിക്കയിൽ ജീവിക്കുന്ന സമയത്ത് കിഷോറിന് നമ്മളൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് തന്നെയാണല്ലോ ജീവിക്കുന്നത്. എന്തായാലും എമർജൻസിയുടെ ഒന്നും ഓർമ്മ നമുക്കൊന്നുമില്ല. അന്ന് നമ്മൾക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ പറഞ്ഞു കേട്ട അറിവുകളേ ഉള്ളൂ. അതിൻ്റെ ഒരു നേരിട്ടുള്ള അനുഭവം നമുക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡെമോക്രസിയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കൻ ഡെമോക്രസിയും ഇന്ത്യൻ ഡെമോക്രസിയും
കിഷോർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ കാണുന്നത് വളരെ ഫ്രീഡവും ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു നേഷനായിട്ടാണ് ഞാൻ അമേരിക്ക കണ്ടിട്ടുള്ളത്. ഞാനവിടെ 36 വർഷം മുൻപ് പഠിക്കാൻ പോയതാണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നു, PhD ചെയ്തു. ഞാനവിടെ യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റിയായിട്ട് ജോലി ചെയ്തു, പിന്നെ ജോലി ചെയ്തു. എനിക്ക് ഇതുവരെ ഒരു സിസ്റ്റമിക് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അത് ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ച് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, ഡിവേഴ്സിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പഠിക്കുന്ന സമയത്തും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇന്ന് വരെ എനിക്ക് ഒരു സിസ്റ്റമിക് ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾക്ക് ആശങ്കകൾ പലരും പ്രകടിപ്പിക്കുന്നപ്പോൾ നമുക്കും തോന്നുന്നത് ഇതിനി മാറാൻ സാധ്യതയുണ്ടോ. കാരണം നമ്മളിപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരെയൊക്കെ പുതിയ നയങ്ങൾ വരുമ്പോൾ നമുക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ടോ, ഇത് വേറെ ബാധിക്കാൻ സാധ്യതയുണ്ടോ. ഇപ്പോഴത്തെ നാച്ചുറലൈസ് സിറ്റിസൻസിനെ ഡീനാച്ചുറലൈസ് ചെയ്യാനുള്ള ഒരു പോളിസിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ എനിക്ക് അമേരിക്ക പുതിയ സാധ്യതകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അതെനിക്ക് തോന്നുന്നു അമേരിക്കയുടെ ഇതുവരെ തുടർന്നു കൊണ്ടിരുന്ന ഒരു പ്രോഗ്രസീവ് അല്ലെങ്കിൽ ഒരു ലിബറൽ ഫ്രെയിം വർക്കിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളണം, ആരിലും വ്യത്യാസം കാണാൻ പാടില്ല എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കൺസ്ട്രക്റ്റഡ് ആയിട്ട് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിസ്റ്റമിക് ആയിട്ട് അല്ലേ ഒരു വ്യവസ്ഥാപിതമായ ഒരു മാറ്റം അമേരിക്കയിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് എത്ര കാലം തുടരും എന്ന് നമുക്കറിയില്ല. പിന്നെ വ്യക്തിപരമായ ജീവിതം നോക്കുകയാണെങ്കിൽ ഇപ്പം കൃഷ്ണകിഷോർ ജീവിച്ചു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടാണെങ്കിൽ നമ്മൾ വളരെ ഗ്രീനറിക്കിടയിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് പണ്ട് മുതലേ. ഇപ്പം നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സൂര്യനെ കാണാൻ തന്നെ സാധ്യതയില്ലാത്ത വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ നടുവിൽ ഉണ്ടെന്നറിയാമെന്നല്ലാതെ അങ്ങനത്തെ ഒരു നഗരം. എനിക്കൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം അത് അവിടെ അങ്ങനെയാണ്. അവിടെ പോയിട്ട് എങ്ങനെയാണ് കൃഷ്ണകിഷോർ അതിനോട് യോജിപ്പിലായത്? ഇപ്പം എന്താണ് അവസ്ഥ? ഇപ്പോൾ കുറേ വർഷമായി, ഒരു 35 വർഷമായി. നമ്മളൊക്കെ ആദ്യം പോയപ്പോൾ എന്താ പറയുക, ഒരു പുവർ ഫോറിൻ സ്റ്റുഡൻ്റ് ആയിട്ടാണ് അമേരിക്ക പോയത്. ഞാൻ ആദ്യം അമേരിക്കയിൽ പോയത് വെറും $20 സജീവ്. ഞാൻ അമേരിക്കയിൽ എത്തിയപ്പോൾ എനിക്കൊരു ചെറിയ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അത് വെച്ച് അങ്ങനെയാണ് PhD ഒക്കെ ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും നമ്മളൊരു അമേരിക്കൻ മെയിൻ സ്ട്രീമായിട്ട് ഇടപഴകി ജീവിച്ചത് കൊണ്ട് വലിയൊരു സഡൻ ചേഞ്ച് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പഠിച്ച് കുറേ വർഷങ്ങൾ അവിടെ ചെലവഴിച്ചത് കൊണ്ട് അമേരിക്കൻ ഇക്കോസിസ്റ്റമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയിലെ ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകാൻ കൂടുതൽ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ H1B എടുത്ത് അമേരിക്കയിൽ വരുന്നവരുടെ ജീവിതവും അവിടെ പഠിച്ചവരുടെ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അഡാപ്റ്റബിലിറ്റി കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ അവരുടെ ഭാഗമായിട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ഒരു എവല്യൂഷനായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഒരു സ്റ്റുഡൻ്റായിട്ട് പോയി പിന്നെ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലൊക്കെ പോയി പിന്നെ അതിൽ വിവിധ ഒരു ജേണി തുടർന്നുകൊണ്ടേയിരുന്നു. എനിക്ക് പെട്ടെന്നൊരു സഡൻ ചേഞ്ച് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ വളരെ ഒരു റെസ്പെക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എല്ലായിടത്തും. ആരും നമ്മളെ എന്താ പറയുക വേറൊരു രാജ്യത്തു നിന്ന് ആണെന്ന് കാണുന്നില്ല. എല്ലാവരും ഈക്വലാണ്. ഐ ലീഡ് ലാർജ് ടീംസ്. ഞാൻ US സിറ്റിസനായിട്ട് ഏകദേശം 15 വർഷത്തോളമായി. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഞാനിതുവരെ പേഴ്സണലായിട്ട് കണ്ടില്ല. പക്ഷേ പലർക്കും അഡാപ്റ്റബിലിറ്റി ബുദ്ധിമുട്ടായിരിക്കാം, പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമേരിക്ക പല സാധ്യതകളും എല്ലാവർക്കും നൽകുന്നുണ്ട്. ഇപ്പം ന്യൂയോർക്ക് സിറ്റി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നമുക്ക് ഒരു നിമിഷം കാണാം. നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നത് ചെറിയ ജോലി ചെയ്യുന്നവരുണ്ടാവും, വലിയ ജോലി ചെയ്യുന്നവരുണ്ടാവും, വലിയ പ്രൈവറ്റ് എക്വിറ്റിയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, ടാക്സി ഓടിക്കുന്നവരുണ്ടാവും. പക്ഷെ അവരുടെ ജോലിയിൽ ഹാപ്പിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ എല്ലാവരിലും ഒരു ചെറിയ ആശങ്ക വരുത്തുന്നുണ്ട്.